ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലീസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. So we were discussing about the Operation Sindoor and its aftermath. We already discussed the details and also about the military action, the kinetic action we had taken against Pakistan, our main enemy in the region. So, apart from the kinetic action, we had also ensured some non-military measures. We have undertaken a lot of non-military measures to isolate the Pakistan so that they are compelled to get rid of the terrorist activities from the region for the betterment of India in particular and the whole world in general. So let us see what all are the measures we had taken as a non-kinetic action. India's non-kinetic measures played a crucial role in shaping the strategic environment and ensuring public and international support. Through strategic policy making, information dominance, and psychological operations, India diplomatically and economically isolated Pakistan while strengthening domestic preparedness and global backing. മിലിറ്ററിപരമായിട്ടും സാമ്പത്തികമായിട്ടും ഡിപ്ലോമാറ്റിക്കലായിട്ടും എല്ലാം അവരെ ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡൊമസ്റ്റിക് പ്രിപ്പയർനെസ്, നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയെ പൂർവാധികം ശക്തിയോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യ ആസ് എ ഗ്രേറ്റ് നാഷൻ ഓഫ് ഡെമോക്രസി പ്രിവെയിൽസ് ആൻഡ് ഓൾവേസ് പ്രിവെയിൽസ്. എ ഡിസിസീവ് മൂവ് അണ്ടർ ഓപ്പറേഷൻ സിന്ദൂർ വാസ് ഇന്ത്യാസ് ടെർമിനേഷൻ ഓഫ് ദി ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇതിനെപ്പറ്റി പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ഈവൻ പാകിസ്ഥാൻ വിചാരിക്കുന്നത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് ഒരിക്കലും പിൻവലിക്കാൻ ഇന്ത്യക്കാകില്ല, ഇതൊരു ഇൻ്റർനാഷണൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും അതിന് ഇന്ത്യ ഒരിക്കലും തയ്യാറാവുകയില്ല എന്നുള്ള ഒരു വ്യാമോഹമായിരുന്നു പാകിസ്ഥാൻ. ബട്ട് വി ഹാവ് ടേക്കൺ എ ഡിസിഷൻ ടു ടെർമിനേറ്റ് ദി ഇൻഡസ് വാട്ടർ ട്രീറ്റി. ദി ഇൻഡസ് വാട്ടർ ട്രീറ്റി ഓഫ് 1960 വിൽ ബി ഹെൽഡ് ഇൻ അബയൻസ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. അത് നമ്മൾ റദ്ദാക്കിയെന്ന് പറഞ്ഞാൽ ഹെൽഡ് ഇൻ അബയൻസ് ആക്കി. അതിനെ ഒരു നാടയ്ക്കുള്ളിൽ കെട്ടി ഒരു സൈഡിൽ വെച്ചു. വി ആർ നോട്ട് ഗോയിങ് ടു ഗീവ് എനിത്തിങ് അബൌട്ട് ദിസ്. വാട്ടർ സ്കാർസിറ്റി പാകിസ്ഥാനിൽ എത്രയധികം വരുമോ അത്രയധികം അവർ നേരെയാകുമെന്ന് നമുക്ക് നോക്കാമല്ലോ. കാരണം എനിമി അയൽപ്പക്കക്കാർ നല്ലവരായില്ലെങ്കിൽ നമുക്ക് മഹാശല്യമാണത്. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. എല്ലാവരും നല്ല രീതിയിൽ ജീവിച്ച് അവരവരുടെ കാര്യം നോക്കി നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ബട്ട് ദി വേൾഡ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അൺഫോർച്ചുനേറ്റ്ലി വി ഹാഡ് ടു ടേക്ക് അവർ ഓൺ ബിസിനസ്. വി ഹാഡ് ടു മൈൻഡ് അവർ ഓൺ ബിസിനസ്. നമ്മുടെ സ്ട്രാറ്റജിക്കലി നമ്മൾ ഒരു പക്ക സ്ട്രോങ് നാഷനായി തെങ്കിൽ മാത്രമേ നമുക്ക് റെസ്പെക്റ്റ് കമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. First of all, we are a great nation. We had a, we are atomic power. We are military might. We are economically not behind many countries. We are getting matured nation. So it was Pakistan had taken it as a surprise move, and they are contemplating this issue at various levels.
This has far-reaching consequences for Pakistan, a country heavily dependent on the Indus River system. ഏറ്റവും കൂടുതൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ് റിവർ സിസ്റ്റത്തിനെയാണ്. ഫോർ 80% ഓഫ് ദി 16 million hectare of agriculture and 93% of its total water use. 93% of water use, they are dependent on the Indus water system. This system supports 237 million people and contributes 1/4 of Pakistan's GDP through crops like wheat, rice and cotton. അവരുടെ ഗോതമ്പ്, അരി, അതായത് നെൽകൃഷി, പിന്നെ കോട്ടൺ, കപ്പാസ് എന്ന് പറയുന്ന സംഭവം, ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ അഗ്രികൾച്ചർ. ഇതിനെല്ലാം വേണ്ടത് വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റി ദേ ആർ ഗോയിങ് ടു സഫർ ആൻഡ് സഫർ എ ലോട്ട്. വിത്ത് മംഗ്ല ആൻഡ് തർബേല ഡാംസ് ഹാവിങ് ഓൺലി 10% live storage capacity, 14.4 MAF, only disruption in water flow could cause catastrophic agricultural losses, food shortage, water rationing in major cities and rolling blackouts. Industries such as textiles and fertilizers could become paralyzed and what more. എല്ലാ മേഖലകളിലും അഗ്രികൾച്ചർ മാത്രമല്ല, അവരുടെ വാട്ടർ റേഷനിങ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽസ്, ഫെർട്ടിലൈസേഴ്സ്, ഇതിനെല്ലാം വലിയ രീതിയിൽ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് നമ്മൾ പിൻവാങ്ങിയതിലൂടെ നടക്കാൻ പോകുന്നത്. ഫാർ റീച്ചിങ് എഫക്ട്സ് ഓൺ പാകിസ്ഥാൻ. So these shocks would severely impact Pakistan's already fragile economy, pushing it towards fiscal and foreign exchange crisis. അവർ ഓൾറെഡി നമുക്കറിയാമല്ലോ, പാകിസ്ഥാനിലെ ഉദാർക്ക സിന്ദൂറാണ് അവർ എല്ലാ ഗൾഫ് കൺട്രീസിൽ നിന്നും IMF നിന്നും എല്ലാം കടം വീട്ടി കഞ്ഞി കുടിച്ച് കഴിയുന്ന ഒരു ടീമാണ് അവർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങനെയുള്ളൊരു അഗ്രികൾച്ചറിലും എല്ലാ സെക്ടറിലും അവർ ഫർദർ ഡീമോട്ടിവേറ്റ് ആവുകയും ഡിക്ലൈൻ ആവുകയും ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും അവർ ടെററിസ്റ്റിനെ വളർത്തുമോ എന്ന് നമുക്ക് കണ്ടറിയാം. തീർച്ചയായിട്ടും നമുക്ക് നോക്കിക്കാണാം. 2-3 ചൈന അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടർക്കി ഈസ് ഓൾവേസ് എ സപ്പോർട്ടർ ഓഫ് പാകിസ്ഥാൻ. വി നോ ദാറ്റ്. സോ ലെറ്റ് us see what happens. For India, the Indus Water Treaty had long hampered infrastructure development. നമ്മുടെ ഒരുപാട് നടക്കാതിരുന്ന ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പണികളെല്ലാം നമുക്ക് റെസ്യൂം ചെയ്യാൻ പറ്റും. വാട്ടർ സ്കേഴ്സിറ്റി തീരെ ഇല്ലാതാവും. സോ suspension of the treaty gave India full control over western rivers like Jhelum, Chenab, enabling construction of new reservoirs in Jammu and Kashmir, Ladakh, Punjab and Haryana even. സോ നോർത്തിലേക്കെല്ലാം വെള്ളത്തിൻ്റെ ഷോർട്ടേജിനെ വലിയ രീതിയിൽ പരിഹരിക്കാൻ നമുക്ക് ഈ സസ്പെൻഷൻ ഓഫ് ദിസ് ട്രീറ്റി കൊണ്ട് കഴിയും. ഇപ്പോൾ ഓൾറെഡി ജമ്മുവിനടുത്ത് നല്ലൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. അത് ചിലരൊക്കെ പോയി കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. സോ വി ആർ ഓൾറെഡി ഓൺ ദി ജോബ് ആൻഡ് ഫ്രം ദി ഹൈവേ, നാഷണൽ ഹൈവേ, ജമ്മു ആൻഡ് ശ്രീനഗർ നാഷണൽ ഹൈവേയിൽ ബൈ റോഡ് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. റിസർവേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട്. ദോ ദർ ഈസ് വെരി ലിറ്റിൽ വാട്ടർ ഇൻ ദാറ്റ്, ബട്ട് ഈ ട്രീറ്റിയിൽ ചുമ്മാ ഒഴുകി പോകുന്ന വെള്ളമെല്ലാം സംഭരിച്ച് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ അവിടെ നടത്താൻ പറ്റും. ഹൈഡ്രോളിക് പ്രോജക്ട്സൊക്കെ ഓൾറെഡി അവിടെ സഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. The boosted irrigation, hydroelectric power generation and transformed a diplomatic instrument
into a developmental asset. ഇതൊരു ഡിപ്ലോമാറ്റിക് ഇൻസ്ട്രുമെൻ്റായിട്ട് തരം താഴ്ന്നു പോയിരുന്ന സംഭവമാണ്. ഇനിയിപ്പോൾ അത് നമ്മളത് ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മുടെ ഒരു സ്വത്തായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണുന്നതാണ്. ബൈ സസ്പെൻഡിങ് ദി TT, ഇന്ത്യ സെൻഡ് എ ഡിസിസീവ് മെസ്സേജ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളിത് സസ്പെൻഡ് ചെയ്തത് കൊണ്ട് നല്ലൊരു വേൾഡിനും പാകിസ്ഥാനും ഒരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗദർ. ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗദർ. രക്തം, വെള്ളം ഇവ രണ്ടും ഒരുമിച്ച് ഒഴുകുകയില്ല. അവരുടെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കാരണം ഇന്ത്യയിലെ പല ആളുകളുടെയും രക്തമൊഴുക്കുകയാണ് അവർ. പക്ഷേ അങ്ങനെയുള്ളൊരു കൺട്രിക്ക് വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഫസ്റ്റ് they should completely stop the terrorist activities. Then only we will think about further help or anything. വെള്ളം കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കതൊരു എന്താ പറയുന്നത്, അത് ശരിയാണോ, അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയാണോ എന്ന് നമുക്ക് തോന്നാം. ബട്ട് we are giving everything possible to a country for their upliftment, but what they are giving in return? Only blood, only death, and the complete terrorist in the name of jihad they are providing. They are bleeding India. They already, we had lost lot of persons, lot of army men, lot of our security personnel, lot of even poor people, civilian people. So we are not going to tolerate it anymore. Enough is enough, and we will act severely and with strong hands. ആ ഒരു മെസ്സേജാണ് നമ്മൾ കൊടുത്തത്. ഇന്ത്യ ക്ലോസ്ഡ് ദി അട്ടാരി വാഗ ബോർഡർ. അട്ടാരി വാഗ ബോർഡർ ചെയ്ത് ആ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അട്ടാരി വാസ് ക്ലോസ്ഡ്. ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ICP, അതിലാണ് കൂടുതൽ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ കയറ്റുമതികൾ ഈവൻ മറ്റ് കൺട്രികളിൽ നിന്ന് വരുന്നത് പോലും നമ്മൾ അലോ ചെയ്യാറുണ്ട്. അതെല്ലാം നമ്മൾ ബന്ധാക്കി, നമ്മൾ വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ നേരത്തെ പോയിരുന്ന ആളുകളോട് തിരിച്ച് വരാൻ അവർക്ക് സമയം കൊടുത്തു. അവർക്ക് ആ വിത്തിൻ ദാറ്റ് ടൈം അവർ തിരിച്ചു വന്നില്ലെങ്കിൽ ദേ വിൽ ബി ട്രീറ്റഡ് ആസ് ഡെസർട്ടേഴ്സ്. സസ്പെൻഷൻ ഇമ്പോസ്ഡ് ഇമ്മീഡിയറ്റ് ഇക്കണോമിക് പ്രഷർ ഓൺ പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ പെട്ടെന്ന് തന്നെ മനസ്സിലായി അതിൻ്റെ അവർക്ക് ഇക്കണോമിക്കലി അവർ ഫർദർ വീക്കെൻഡായി. ബുജിയാസ് ഓൾറെഡി ബാറ്റിലിംഗ് ഇൻഫ്ലേഷൻ ആൻഡ് ഡെപ്ത് ക്രൈസിസ്. ഞാൻ പറഞ്ഞ പോലെ കടത്തിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ GDP ഒക്കെ ഫർദർ ലോവറായി. ഇക്കണോമിക് ലൈഫ് ടൈംസ് വിതൗട്ട് എസ്കലേറ്റിംഗ് ഡയറക്റ്റ് മിലിറ്ററി കോൺഫ്ലിക്റ്റ്, ഇന്ത്യ റീഇൻഫോഴ്സ് ഇറ്റ്സ് സീറോ ടോളറൻസ് സ്റ്റാൻസ്. അതായത് മിനിമം കൈനറ്റിക് ആക്ഷൻ നടത്തി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് അവരെ മാക്സിമം തളർത്താൻ നമുക്ക് കഴിഞ്ഞു. Demonstrating from resolve against terrorism, India revoked visas of all Pakistanis residing in the country and deported them immediately after the Pahalgam terrorist attack. Pakistani nationals will not be permitted to travel to India under the SAARC visa exemption scheme. SVES എന്നുള്ളൊരു വിസ സ്കീം ഉണ്ടായിരുന്നു സാർക്ക് കൺട്രീസിൽ. സോ അതെല്ലാം റദ്ദാക്കി. പാകിസ്ഥാനികൾ പല കാര്യത്തിന് വേണ്ടി ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളുണ്ടായിരുന്നു. എല്ലാവരെയും നമ്മൾ തിരിച്ചു വിട്ടു. ആർക്കും പെർമിഷൻ ഫർദർ കൊടുക്കുന്നില്ല എന്നുള്ളത്. എ ടോട്ടൽ ബാൻ വാസ് ഇമ്പോസ്ഡ് ഓൺ പാകിസ്ഥാൻ ആർട്ടിസ്റ്റുകളെ സസ്പെൻഡിങ് ഓൾ പെർഫോമൻസസ്, സ്ക്രീനിങ്സ്, മ്യൂസിക് റിലീസസ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ചസ്. അവരുടെ ഒരുപാട് സിനിമാക്കാരുണ്ടായിരുന്നു, ഇവിടെ പാട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പെർഫോമൻസൊക്കെ നടക്കുമായിരുന്നു. അമൻ കാ ആശ എന്നുള്ളൊരു പരിപാടിയൊക്കെ പണ്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ. അതൊക്കെ അവർ ആരെങ്കിലും കൊണ്ടുവരും. നമ്മളിവിടെയുള്ള കുറച്ച് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. നമ്മളും വെരി വെരി ഇന്നസെൻ്റ്ലി വി അഗ്രി ടു ദാറ്റ്. നമ്മളും ഈ ഗസലൊക്കെ കണ്ട്
അവരുടെ ഡാൻസ് കണ്ട് അല്ലെങ്കിൽ പാട്ട് കേട്ട് അവരുടെ ഫിലിം കണ്ട് അവരുടെ ഫിലിം സ്റ്റാറിനെയൊക്കെ അഭിനന്ദിച്ച് നമ്മൾ നല്ല കുട്ടികളായിട്ട് കഴിഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ പുറകിൽ അവർ ടെററിസ്റ്റ് ആക്ടിവിറ്റീസും നടത്തുമായിരുന്നു. ഇനി അതൊന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ബാൻ ചെയ്തു ഇവിടെ. ഓൺ ദി ഗ്ലോബൽ സ്റ്റേജ് ഇന്ത്യ എക്സ്പോസ്ഡ് പാകിസ്ഥാൻസ് ടെറർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡിപ്ലോമാറ്റിക്കലി ഐസൊലേറ്റഡ്. നമ്മൾ ഈ ടെറർ ക്യാമ്പ്സ് ഇത്രയും ശക്തമായിട്ട് ഇതിനു മുമ്പ് ആക്രമിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ അവരുടെ മിലിറ്ററി ഇൻസ്റ്റാളേഷൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എയർബേസെല്ലാം നമ്മൾ തകർത്തു. ഏതാണ്ട് ന്യൂക്ലിയർ കൂടുതൽ നമുക്ക് പറയണ്ടല്ലേ. ദി ഡിഫൻസ് military, naval and air advisors in the Pakistan High Commission New Delhi are declared persona non grata. അതായത് അവരുടെ ഇങ്ങനെയുള്ള മിലിറ്ററിയുടെ ആളുകൾ എംബസിയിലുണ്ടായിരുന്നവരെല്ലാം നമ്മൾ അതായത് അവർക്കൊരു ഇമ്മ്യൂണിറ്റിയും കൊടുക്കാത്ത രീതിയിലാക്കി. ആളുകളെയും നമ്മൾ കുറച്ചു. ഓഫ് ദി ഹൈ കമ്മീഷൻ വിൽ ബി ബ്രോഡ് ഡൗൺ ടു 30 ഫ്രം present 55 through further reductions. 55 ആയിരുന്നു അവരുടെ സ്ട്രെങ്ത് പാകിസ്ഥാൻ ഹൈ കമ്മീഷൻ ഇൻ ഡൽഹി. അത് 30 കുറച്ചു. ഇനിയും ഫർദർ കുറയ്ക്കും എന്നാണ് പറയുന്നത്. സീറോ ടോളറൻസ് അഗൻസ്റ്റ് ടെററിസം. സീറോ ടോളറൻസ് അഗൻസ്റ്റ് ടെററിസം എന്ന് പറയുമ്പോൾ നമ്മൾ 9 മേജർ ടെറർ ക്യാമ്പ്സ് ഡിസ്ട്രോയിഡ്, 11 പാകിസ്ഥാനി എയർബേസസ് ഹിറ്റ്, ഹൈ പ്രൊഫൈൽ ടെററിസ്റ്റ് എലിമിനേറ്റഡ്, പ്രിസിഷൻ സ്ട്രൈക്ക് യൂസിങ് അഡ്വാൻസ് ടെക്നോളജി. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും സമ്പൂർണ്ണ ഒരു വിജയത്തിലേക്ക് നമ്മളെ നയിച്ചത് നമ്മുടെ വളരെയധികം സ്ട്രാറ്റജിക് മൈൻഡോടുകൂടി നമ്മൾ ചെയ്ത ഓരോ ആക്ടിവിറ്റിയും പെട്ടെന്ന് ചെയ്യാതെ എല്ലാം ആലോചിച്ചുറപ്പിച്ച് വളരെ ക്ലിയറായിട്ട് ചെയ്ത കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു അപ്പർ ഹാൻഡ് വന്നത്. എന്തായാലേ ഇന്ത്യാസ് റെസ്പോൺസ് to the Pahalgam attack stood firmly on legal and moral grounds. Okay, history will remember it as a principled and calibrated retaliation shaped by leadership, ethics and strategic precision. Operation Sindoor has reshaped both the geopolitical and strategic landscape ഓഫ് സൗത്ത് ഏഷ്യയിൽ മൊത്തം ആളുകൾക്ക് കംപ്ലീറ്റ് ജിയോ പൊളിറ്റിക്കൽ ഹിസ്റ്ററി തന്നെ നമ്മൾ മാറ്റി എഴുതി. നമ്മൾ എത്രയും വലിയ പവറാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഒരവസരം, ഷോക്കേസ് ചെയ്യാൻ അവസരമായിരുന്നു. ഫോറിൻ കൺട്രി നിർമ്മിച്ച പല ഡ്രോണും നമ്മൾ തകർത്തെറിയുമ്പോൾ നമ്മുടെ ഡ്രോൺസും മിസൈൽസും ലക്ഷ്യം കാണുമ്പോൾ നമ്മൾ നമ്മുടെ ആ പവർ കാണിച്ച് എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യ സെൻഡ് ആൻ unambiguous message. Terrorism will be met with a swift and proportionate response irrespective of borders or diplomatic complexities. നമ്മൾ ബോർഡർ നോക്കത്തില്ല, നമ്മൾ ഒരു ഡിപ്ലോമാറ്റിക് ചാനലും നോക്കത്തില്ല. വി വിൽ ആക്ട് സ്ട്രോങ്ങർ. ഓക്കെ, എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വിനീതമായ റിക്വസ്റ്റാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ, ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. ടിൽ സച്ച് ടൈം, ബൈ ബൈ. താങ്ക് യു വെരി മച്ച്.